ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആണ് ട്ടോ. ഇന്നത്തെ ഈവനിങ് വ്ലോഗ് അല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് നട്ടുച്ചക്കാണ് ഞാൻ ഇടുന്നെ. ഇത് ഇന്നലത്തെ ഈവനിങ് വ്ലോഗ് ആണ് ട്ടോ. ഈവനിങ് വ്ലോഗ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മഴയൊക്കെയല്ലേ പാലക്കാട് ജില്ലയില്. അപ്പൊ അതുകൊണ്ട് തോടൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് കാണാനുള്ള ത്വരയും കൊണ്ടാണ് ട്ടോ ഈ പോണ പോക്ക്. വലിയ തോട്ടിക്ക് പോകണമെങ്കിൽ ഈ ചെറിയ തോട് കടന്നു പോകണം. ചെറിയ തോട് തന്നെ കണ്ടേ എമ്മാതിരി ഒഴുക്കാണ് അറിയൂ. ഈ പോസ്റ്റും കൂടെ നടന്നു പോകാൻ എനിക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം വഴിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും. ഒരു മുതുക്കം പട്ടി പോയിട്ടുള്ളൂ ട്ടോ അതിന്. അപ്പോഴത്തേനും ആള് ചടേന്ന് പറഞ്ഞ് വീണു. അത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പിന്നെ അത് അങ്ങോട്ട് ഒലിച്ചാണ്ട് പോയി വലിയ തോട്ടക്ക്. അതിപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലേന്നും കൂടി അറിയില്ല ട്ടോ. ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത്രയും വെള്ളത്തിക്ക് ആരും എടുത്ത് ചാടില്ല. കാരണം ഈ പുഴ ഒഴുകി പോണ പുഴയല്ല, ഈ തോട് ഒഴുകി പോണത് ഇവിടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പുഴയ്ക്കാണ്. വേറെ ഏതുമല്ല, പാത്രക്കടവുക്കാണ് ട്ടോ ഈ ഒരു തോട് ഒഴുകി പോണ. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് മഴക്കാലത്തൊക്കെ ആൾക്കാർ കൈമൊക്കെ ഇറങ്ങാൻ വേണ്ടി. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ ഞാൻ വെള്ളത്തിൽ ചാടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളതല്ല, ചെറിയ വെള്ളം ഉണ്ടാവൂലേ അതിലൊക്കെ ചാടും. അത് കഴിഞ്ഞിട്ടുള്ള പാലം ഇതാണ്. ഇത് കുഞ്ഞു പാലം. അപ്പുറത്തേക്ക് വീണാൽ കുഴപ്പമൊന്നുമില്ല, കാരണം ചെറുതായിട്ട് വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാടും മലകളും താണ്ടി നമ്മൾ റബ്ബറും തോട്ടത്തിന്റെ ഇപ്പുറത്ത് കണ്ടോ നിങ്ങൾ. ആ തോട് കാണാനാണ് നമ്മൾ വന്നത്. കണ്ട ഒരു പുഴയുടെ സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിലും ഇത് പുഴയല്ല, അരിയൂർ തോടാണ്. പിന്നെ മണ്ണാർക്കാട് ഭാഗത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ. പിന്നെ നമ്മുടെ ഗിവ് അവേനെ കുറിച്ചിട്ട് ആരും മറക്കണ്ട. അത് പറയും, ഞാൻ വിട്ടുപോയി. നമ്മൾ എല്ലാ വീഡിയോയിലും പൊതുവെ എല്ലാം പറയുന്നതാണ്. അപ്പോൾ ഗിവ് അവേ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. കണ്ടോ, തോട്ടില് തേങ്ങ അടക്കം വന്നുണ്ട്. തേങ്ങ പിടിക്കാൻ ഇഷ്ടംപോലെ ആള് അക്കരെ നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഈ ഇറങ്ങി ചെല്ലണ്ട അവിടെ നടപ്പാത ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളം മൂടിയിട്ടുണ്ട്. കാണാൻ രസമുണ്ട്. തിര തല്ലുന്ന പോലെ ഉണ്ട്. തേങ്ങ പിടിക്കാനും ആൾക്കാരുണ്ട്. അപ്പൊ തിരിച്ചു വീട്ടിൽ പോവാണ്.